ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ചിലത് ഇങ്ങനെയാണ്, നേരത്തെ തോന്നില്ല എന്ന് വെച്ചാൽ പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ പിന്നീടാവട്ടെ, അടുത്ത മാസം ആവട്ടെ, അടുത്ത വർഷം ആവട്ടെ, അങ്ങനെ ഇങ്ങനെ ഒരേ ഒഴിവ് പറഞ്ഞ് ഇരിക്കും. പക്ഷെ അവസാനം ഒരു ദിവസം ഡോക്ടർ പറയും, നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, ഇത് വലിയ ഹോപ്പില്ല, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾ വേണം ചികിത്സയ്ക്ക് എന്ന് പറയുന്ന ഒരു ദിവസം വരുമ്പോഴാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ളപ്പോൾ എടുക്കേണ്ട ഒന്നാണ്. ഒരു ഹെൽത്ത് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുക എന്ന് പറയുന്നത് സാധിക്കാത്ത ഒരു കാര്യമാണ്. ചില കേസിൽ മാത്രമാണ് ഏതെങ്കിലും കുറച്ച് അതിന് ഒരു ലോഡിങ് പ്രീമിയം ഒക്കെ കൊടുത്തുകൊണ്ട് ചില കമ്പനികൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവും. ഒട്ടുമിക്ക കമ്പനികളും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ എന്തിനിങ്ങനെ വെറുതെ നമ്മളുടെ ഒരു ഏണിങ്സ് നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതെയാക്കണം? നമ്മൾ എന്തൊരു കാര്യവും ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പോംവഴി. അതായത് നമ്മൾ പിന്നീടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഇപ്പം അതെനിക്ക് വേണ്ട എന്ന് വയ്ക്കുന്ന പലരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഒന്ന് ചിന്തിക്കൂ, നാളെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൂടായികയില്ല, അന്നേരം നമുക്ക് എടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെയും ഹെൽത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നാളെ എന്ത് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഇതുവരെ ചെയ്യാത്തവർ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇന്ന് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കൂടുതൽ ഗൈഡൻസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്താവുന്നതുമാണ്. അടുത്ത വീഡിയോയുമായി കാണും വരെ ടേക്ക് കെയർ. ബൈ.